السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കേണ്ട വിഷയം ഇഅ്തികാഫിനെ സംബന്ധിച്ചാണ്. വിശുദ്ധ റമദാനിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലാണ് ഇഅ്തികാഫിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുമ്പ് പറയാനുള്ളത്, ഇനി നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് എന്നുള്ളത്, ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പത്തിൽ ആദ്യ ദിവസങ്ങളെക്കാൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ ശ്രദ്ധ കാണിച്ചിരുന്നു, കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്ന ഹദീസുകൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഹദീസിന്റെ ആശയം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ലൈലത്തുൽ ഖദർ എന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവുള്ള ദിവസങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി, അതറിഞ്ഞ്, അതിന്റെ പ്രാധാന്യം, അതിന്റെ ഫളായിൽ ഉൾക്കൊണ്ട് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ റമദാൻ വിട പറയുമ്പോൾ ചെയ്തുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അല്ലാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ജീവിതം ശുദ്ധീകരിച്ച് ഒരു സദ്വൃത്തനായ ദാസനായി തീരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇഅ്തികാഫ് എന്താണ്? ഇഅ്തികാഫ് സാധാരണ മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറുള്ളത് ചടഞ്ഞിരിക്കുക, ഭജനമിരിക്കുക, അങ്ങനെ പല അർത്ഥങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഭാഷാപരമായി ഒരുപാട് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അൽ-ലുസൂം, അൽ-മക്സു, പള്ളിയിൽ ഒരു സ്ഥലത്ത്, പള്ളിയിൽ നല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചടഞ്ഞിരിക്കുക, അവിടെ തന്നെ വിടാതിരിക്കുക,
അങ്ങനെ ഭാഷാപരമായിട്ട് പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകണമെന്നില്ല. എന്നാൽ ശറഈയായി ഇസ്തിലാഹിയായി ഇത്തികാഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പല നിർവചനങ്ങൾ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ മറ്റു പലരും പറഞ്ഞത് എന്താണ് ഇഅ്തികാഫ്? അൽ മക്സു ഫിൽ മസ്ജിദി, പള്ളിയിൽ കഴിച്ചുകൂട്ടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. പള്ളിയിൽ താമസിക്കുക, പള്ളിയിൽ കഴിച്ചുകൂട്ടുക. മിൻ ഷഖ്സിൻ മഖ്സൂസിൻ ബിസിഫത്തിൻ മഖ്സൂസ, പ്രത്യേകമായ രീതികളോടുകൂടി പ്രത്യേകമായ ചില വിശേഷണങ്ങളോടുകൂടി ഒരാൾ പള്ളിയിൽ കഴിച്ചുകൂട്ടുന്നതിനാണ്, പള്ളിയിൽ താമസിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇതാണ് ശറഈൽ അതിന്റെ അർത്ഥം. ഇതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇത്തികാഫിനെ സംബന്ധിച്ച് പറഞ്ഞത് അൽ ഇഖാമത്തു ഫിൽ മസ്ജിദി ബിനിയ്യതി തഅബ്ബുദി ലില്ലാഹി തആല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പള്ളിയിൽ താമസിക്കുക, ഇഖാമത്ത്, ഇഖാമത്ത് പള്ളിയിൽ താമസിക്കുന്നതിനാണ്, കഴിച്ചുകൂട്ടുന്നതിനാണ്. എന്താ നിയ്യത്ത്? ബിനിയ്യ, ഒരു നിയ്യത്തോടു കൂടി. ആ നിയ്യത്ത് എന്തായിരിക്കണം? അത്തഅബ്ബുദു ലില്ലാഹി തആല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക. ഈ ഉദ്ദേശത്തോടു കൂടി, ഈ ഒരു മനസ്സോടുകൂടി, ഈ നിയ്യത്തോടുകൂടി പള്ളിയിൽ കഴിച്ചുകൂട്ടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് ലുസൂമു മസ്ജിദിൻ ലിതാഅത്തില്ലാഹി തആല, പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുക, പള്ളിയിൽ തന്നെ താമസിക്കുക. എന്തിന്? ലിതാഅത്തില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി എന്നാണ് അദ്ദേഹം കൊടുത്തുള്ള നിർവചനം. ഇതിൽ ഇഅ്തികാഫിന്റെ ആശയം വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനം, ഇസ്ലാമിൽ സൂഫി ചിന്താഗതി ഇല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ തന്റെ ജീവിതത്തിൽ ഒരല്പസമയം അള്ളാഹുവിനോട് അവന്റെ ദിക്റ്, അവനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിന്നുകൊണ്ട് ദിക്റുകളും ഇബാദത്തുകളുമായി ഖുർആൻ പാരായണവുമായി കഴിഞ്ഞുകൂടുക, ഈ അർത്ഥത്തിൽ അതിന്റെ ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു നിർവചനം വളരെ ശ്രദ്ധേയമാണ്. അതാണ് ശരിക്കും ഇഅ്തികാഫിന്റെ മജ്ജ എന്നുള്ളത്, ഇഅ്തികാഫിന്റെ ആത്മാവ് അതാണ്. അദ്ദേഹം പറഞ്ഞത് ഫമഅനൽ ഇഅ്തികാഫി വ ഹഖീഖതിഹി, ഇഅ്തികാഫിന്റെ ഹഖീഖത്ത്, യഥാർത്ഥത്തിൽ അതിന്റെ തേട്ടം എന്താണ്? ഖത്ഉൽ അലായിഖി അനിൽ ഖലായിഖി ലിൽഇത്തിസാലി ബിഖിദ്മത്തിൽ ഖാലിഖി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അതിന്റെ ആശയത്തെ വിശദീകരിക്കണം. കാരണം ഇതറിഞ്ഞെങ്കിൽ മാത്രമേ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇഅ്തികാഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ഈ അവസാനത്തെ പത്തിൽ, പ്രത്യേകിച്ചും അവസാനത്തെ പത്തിൽ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് അല്പം മാറി നിന്ന് പൂർണ്ണമായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ തന്നെ ഒരു പ്രത്യേകമായ ഖൈമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നല്ലോ, എന്ത് അരുതാത്ത സംസാരങ്ങള്, പ്രവർത്തനങ്ങള്, അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പള്ളിയിൽ തന്നെ ചെറിയൊരു ഖൈമ ഉണ്ടാക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. പള്ളിയുടെ ലാസ്റ്റ് ഭാഗത്ത്, അവസാന ഭാഗത്ത് ഒരു ചെറിയ ടെന്റ് രൂപത്തിൽ മറച്ചു കെട്ടി അതിന്റെ ഉള്ളിലായിരുന്നു പള്ളിയിൽ തന്നെ വേറൊരു സാധനം. അപ്പൊ അത്രത്തോളം മറ്റുള്ളതിൽ നിന്നൊക്കെ വിരക്തനായിക്കൊണ്ട് തന്റെ സൃഷ്ടാവുമായിട്ട് ഒഴിഞ്ഞിരിക്കുക, അതാണ് ശരിക്ക് ഇഅ്തികാഫിന്റെ ആത്മാവ് എന്നുള്ളത്. എന്നാൽ അതിന് സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സമയം, അത് എത്രത്തോളം ഇരുന്നാൾ ഇഅ്തികാഫായിട്ട് പരിഗണിക്കും എന്നുള്ളതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്.
ആ ആശയത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു റജബിനെ പോലുള്ള, അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം, അദ്ദേഹം വളരെ വിശദമായിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: ഖത്ഉൽ അലായിഖി അലിൽ ഖലായിഖി, സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക, ആ ബന്ധം വേർപ്പെടുത്തുക. എന്തിന്? ലിൽ ഇത്തിസാലി ബിഖിദ്മത്തിൽ ഖാലിഖി, തന്റെ സൃഷ്ടാവിന് ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി, തന്റെ സൃഷ്ടാവിന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി സൃഷ്ടാവുമായി ബന്ധപ്പെടുകയും സൃഷ്ടികളുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുകയും ചെയ്യുക. ഇതാണ് അതിന്റെ കാതൽ. ഇതുകൊണ്ടാണ് ഈ ഇത്തികാഫിന്റെ ശുറൂത്തുകൾ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ ഇത്തികാഫിന് അതിന്റെ സാധുതയെ ബാധിക്കുമെന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം കുറച്ച് സമയം, കുറച്ച് ദിവസങ്ങൾ അത് ആ ഇബാദത്തുകളുമായിട്ട് കഴിഞ്ഞുകൂടുക, ആ തിരക്കുകളിൽ നിന്നൊക്കെ, ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്ന് പൂർണ്ണമായിട്ട് സ്വന്തം ജീവിതത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ആ രൂപത്തിലാണ് ഇതിന്റെ ആശയത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇഹ്തികാഫ്. ഇഹ്തികാഫിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിധി എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഇത്തികാഫ് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട, അഫ്ളലായ, ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് ഇത്തികാഫ് എന്നുള്ളത്. ഖുർആൻ അത് പഠിപ്പിച്ചു, ഹദീസ് അത് പഠിപ്പിച്ചു, സ്വഹാബത്തിന്റെ ജീവിതം അത് പഠിപ്പിച്ചു, ആയത്തുകളെയും ഹദീസുകളെയും വിശദീകരിച്ച നമ്മുടെ സലഫുകളായ പണ്ഡിതന്മാരും അവരുടെ ജീവിതവും അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ടാണ് ഇത്തികാഫിനെ അവർ പഠിപ്പിച്ചത്. എന്താണ് അതിന്റെ തെളിവായിട്ട് പറഞ്ഞത്? ഇത്തികാഫ് ശറഅ് പഠിപ്പിച്ചതാണ്, അത് സുപ്രധാനമായ ഇബാദത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന്, ഖുർആൻ തന്നെയാണ് അതിന്റെ തെളിവ്. ഖുർആൻ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പുള്ള ശരീഅത്തുകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ശരീഅത്ത്, അതിന്റെ മുമ്പുള്ള ശരീഅത്ത്, അതിന്റെ മുമ്പുള്ള സമൂഹങ്ങളിൽ ഇത്തികാഫ് എന്ന ആരാധനാക്രമം നിലനിന്നിരുന്നു എന്നത് ശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ല, ആ ഒരു വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മുമ്പൊക്കെ കയറിയിരിക്കാം. ആ മറ്റുള്ള ശരീഅത്തുകളിലും ഇത്തികാഫ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും അള്ളാഹു അത് ശറഅാക്കി. ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 187 ആയത്ത്. ഇതാണ് അതിന്റെ ഒന്നാമത്തെ തെളിവായിട്ട് പറയുന്നത്. ഇത്തികാഫ് പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, അത് ശറഅ അംഗീകരിച്ചതാണ്. അതിന്റെ തെളിവ് സൂറത്തുൽ ബഖറയിലെ 187 ആയത്ത്. ഇതിൽ അല്ലാഹ് പറഞ്ഞു, ഇത്തികാഫ് ഇരിക്കുമ്പോ ചില കാര്യങ്ങൾ നമുക്ക് നിഷിദ്ധമാവും, ചില കാര്യങ്ങൾ ഹറാമാവും. അത് ഏതൊരു സംഗതി അങ്ങനെയാണല്ലോ. നിസ്കരിക്കുമ്പോ കുറെ കാര്യങ്ങൾ ഹറാമാവും, ഉംറ ചെയ്യുമ്പോ കുറെ കാര്യങ്ങൾ ഹറാമാവും. അപ്പൊ അങ്ങനെ അതിന്റെ ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ചില ശുറൂത്തുകള്, ചില ആദാബുകള്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദി. അതാണ് ഇത്തികാഫ് ശറഅ് പഠിപ്പിച്ചതാണ് എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആയത്തിന്റെ അർത്ഥം, വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ അവരുമായിട്ട് മുബാശറത്ത് നടത്തരുത്. ഹുന്ന എന്ന് പറയുമ്പോൾ സ്ത്രീകളാണ്. ഇവിടെ മുബാശറത്ത് എന്നുള്ളതിന് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥം ജിമാഅ്, ഭാര്യാഭർത്തൃ ബന്ധം, ലൈംഗിക ബന്ധം. അത് പാടില്ല. ഇത്തികാഫ് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. ഇത് ഖുർആന്റെ നസ്സാണ്. വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടരുത്. വഅൻതും ആകിഫൂന ഫിൽ മസാജിദി, നിങ്ങൾ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നവരായിരിക്കെ. കണ്ടോ, അവിടെ ഇത്തികാഫിനെ സംബന്ധിച്ച് പരാമർശിച്ചു.
നിങ്ങൾ പള്ളിയിൽ 2-3 കാര്യങ്ങൾ ഇന്ന് മനസ്സിലായി. ഒന്ന്, എത്തിക്കാഫിന്റെ തെളിവ് ഈ ആയത്തുനിന്ന് കിട്ടി. 2, എത്തിക്കാഫ് ഇരിക്കുമ്പോ ലൈംഗിക ബന്ധം പാടില്ല, അതും കിട്ടി. 3, എത്തിക്കാഫ് ഇരിക്കേണ്ടത് പള്ളിയിലാണ്, അതും കിട്ടി. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ്, ഈ ആയത്താണ് അതിന്റെ ഒന്നാമത്തെ തെളിവ്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദി. നിങ്ങൾ എത്തിക്കാഫ് ഇരിക്കുന്നവരാ, പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് ബന്ധത്തിൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. എത്തിക്കാഫ് ഇരിക്കാം. എത്തിക്കാഫ് ശറഅ് അനുവദിച്ചതാണ്, അംഗീകരിച്ചതാണ് എന്നുള്ളതിന്റെ ഖുർആനിൽ നിന്നുള്ള തെളിവാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് തഫ്സീർ സഅദിയിൽ അദ്ദേഹം പറഞ്ഞു, ദല്ലത് അൽ ആയത്തു, ഈ ആയത്ത് അറിയിക്കുന്നു, അലാ മശ്റൂഇയ്യത്തിൽ എത്തിക്കാഫു, എത്തിക്കാഫ് ശറഅ് അംഗീകരിച്ചതാണ് എന്നുള്ളതിന് തെളിവ് ഈ ആയത്താണ് മുസ്ലിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു. അദ്ദേഹം എത്തിക്കാഫ് ഇരുന്നു. ഇതൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നിർദ്ദേശിക്കുക മാത്രമല്ല ചെയ്തത്, സഹാബികളുടെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എത്തിക്കാഫ് എന്തിന്, ഒരു കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതിന്റെ നിർവചനം പറഞ്ഞപ്പോ. രണ്ടാമത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 20 ദിവസങ്ങള് ഇതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്തിരുന്നു. അവസാനത്തെ 10 ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പോലും ആദ്യ ദിവസങ്ങളെക്കാൾ കൂടുതൽ കണിശമായി ഇബാദത്തുകളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിക് വരുന്നത് എന്താണ്? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ എത്തിക്കാഫ് എന്നുള്ളത് സ്വതന്ത്രമായ ഒരു ഇബാദത്താണ്. അത് റമദാൻ അല്ലാത്ത കാലത്ത് നമുക്ക് എത്തിക്കാഫ് ഇരിക്കാം. അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. അപ്പൊ ഹദീസുകളിലേക്ക് വരുമ്പോ ഒരുപാട് ഹദീസുകൾ. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ ആദ്യ 10 എത്തിക്കാഫ് ഇരുന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് കൃത്യമായി അറിയിക്കപ്പെടുന്നതിന്റെ മുമ്പ് റമദാനിലെ ആദ്യത്തെ 10 എത്തിക്കാഫ് ഇരുന്നു. അപ്പൊ ഒരാൾക്ക് അങ്ങനെ എത്തിക്കാഫ് ഇരിക്കുന്നതിന് ഒരു വിരോധമല്ല. റമദാനിലോ അതല്ലാത്ത സന്ദർഭത്തിലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു വർഷം റമദാനിൽ എത്തിക്കാഫ് ഇരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അത് ഖളാക്കി. ഷവ്വാലിലെ ആദ്യത്തെ 10 റമദാനിൽ എത്തിക്കാഫ് ഇരുന്നില്ല, അത് ഷവ്വാലിലായിരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ വെച്ചാല്, റമദാനില് ഇരിക്കാത്ത എത്തിക്കാഫ് ഖളാക്കാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം, അതിന്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്കിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ആദ്യത്തെ 10 എത്തിക്കാഫ് ഇരുന്നു. അപ്പൊ അതിലല്ല ലൈലത്തുൽ ഖദർ എന്നാണ് മനസ്സിലായി. അങ്ങനെ രണ്ടാമത്തെ 10 എത്തിക്കാഫ് ഇരുന്നു. അപ്പൊ രണ്ടാമത്തെ 10 അല്ല എത്തിക്കാഫ് എന്നുള്ളത് മനസ്സിലായി. ലൈലത്തുൽ ഖദർ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ 10 എത്തിക്കാഫ് ഇരുന്നു. സഹാബികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ആ ഹദീസ് നിങ്ങളൊന്ന് കേട്ടോളൂ. കാരണം ആളുകൾക്ക് ഇത്തിക്കാഫിന്റെ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിലുള്ളത് പോലെ തന്നെ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നത്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തഖഫൽ അശ്റൽ അവ്വല മിൻ റമദാൻ. കണ്ടോ, മുസ്ലിമിന്റെ ഹദീസാണ്. റമദാനിലെ ആദ്യത്തെ 10 ഇത്തിക്കാഫ് ഇരുന്നു. സുമ്മ ഇഅ്തഖഫൽ അശ്റൽ ഔസത്ത്, പിന്നെ നടുവിലെ 10 ഇത്തിക്കാഫ് ഇരുന്നു. ഇങ്ങനെ ആദ്യത്തെ 10, നടുവിലെ 10, അവസാന 10, എന്നിട്ട് അതിൽ പ്രത്യേകിച്ച് ദുആ. ആ ഹദീസ് ലൈഫാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണമെങ്കിൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. പക്ഷെ ചില ആളുകൾ എന്താ ചെയ്യാറുണ്ട്? ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തെ 10 ഇത്ഖും മിനന്നാർ, അല്ലെ, നരകമോചനത്തിന്റെ 10. എന്നിട്ട് ആദ്യത്തെ 10 ഇന്ന പ്രാർത്ഥന, രണ്ടാമത്തെ 10 ഇന്ന പ്രാർത്ഥന, മൂന്നാമത്തെ 10 ഇന്ന പ്രാർത്ഥന.
അങ്ങനെ പറഞ്ഞതായിട്ട് വന്നിട്ടുള്ള ഹദീസ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ് ലൈഫാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാല് റമദാനിലെ ആദ്യത്തെ 10 നടുവിലെ 10 അവസാനത്തെ 10 എല്ലാ 10 മഗ്ഫിറത്തിന്റെ 10 റഹ്മത്തിന്റെ 10 നരകമോചനത്തിന്റെ 10. അതിൽ ആദ്യത്തെ 10 റഹ്മത്തിന്റെ മാത്രം 10 എന്നുള്ള പറയാൻ പറ്റൂല. അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ആ സംഗതി അത് ദുർബലമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ഏതായാലും ആ ഹദീസ് ലൈഫാണ്. റമദാൻ മൊത്തത്തിൽ എന്താണ്? അത് റഹ്മത്തിന്റെ, മഗ്ഫിറത്തിന്റെ, നരകമോചനത്തിന്റെ. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കും, നരകത്തിന്റെ കവാടങ്ങളൊക്കെ അടക്കും, മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ശൈത്താന്മാരെ, മോട്ട് കാണിക്കുന്ന പിശാചുക്കളെ ഒക്കെ അള്ളാഹു ബന്ധിപ്പിക്കും. റമദാനിന്റെ ഓരോ രാത്രികളിലും അള്ളാഹു അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ 10 നടുവിലെ 10 രണ്ടാമത്തെ 10 ഇത്തികാഫിരുന്നു. ഫി ഖുബ്ബത്തിൻ തുർക്കിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കുബ്ബ ഉണ്ടാക്കി. പള്ളിയിൽ ഇത്തികാഫിരുന്നത് മാത്രമല്ല, പള്ളിന്റെ ഉള്ളിൽ പോയിട്ട് വേറൊരു കുബ്ബ. കുബ്ബത്തുൻ തുർക്കിയ എന്ന് പറഞ്ഞാല് ഹൈമത്തുൻ സ്വഗൈറാണ്. ഹൈമ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു ഹൈമ ഉണ്ടാക്കിയ പള്ളിന്റെ ഉള്ളിൽ. എന്തിന്? അത്ര അള്ളാഹുവിന് മാത്രം അവസാനത്തെ 10, അല്ലെങ്കിൽ എത്രയാണോ 20 ആണെങ്കിൽ 20, ഇത്രയാണ് നമ്മൾ ഇത്തികാഫിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായിട്ട് അത് അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത്. അപ്പോ പള്ളിയിൽ മാത്രല്ല, ആ പള്ളിയിൽ തന്നെ ഒരു ഹൈമ ഉണ്ടാക്കിയതാണ്. അത് ഈ ഹദീസ് തന്നെ കാണാം. അങ്ങനെ നടുവിലെ 10 അങ്ങനെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യത്തെ 10 എന്താ കാരണം? ഞാൻ ആ ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ചിട്ട് ഇരുന്നതാണ്. പിന്നെ ഞാൻ നടുവിലെ 10 എന്തിന്? ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ചിട്ട് ഇരുന്നതാണ്. സുമ്മ ഊതീതു ഫഖീല ലീ. പിന്നെ എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, എന്നോട് പറയപ്പെട്ടിരിക്കുന്നു, ആദ്യത്തെ 10 നടുവിലെ 10 ഇരുന്നിട്ട് ആരില്ല ഇത്തികാഫിരിക്ക. പക്ഷെ ലൈലത്തുൽ ഖദർ ഇന്നഹാ ഫിൽ അശ്രിൽ അവാഖിർ ഉണ്ടോ, അത് അവസാനത്തെ 10 എന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു ഉണ്ടോ. അങ്ങനെ അവസാനത്തെ 10 ഇരിക്കാണ്. അതൊക്കെ അതിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ അഹബ്ബ മിൻകും അൻ അഅ്തകിഫ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തികാഫിരിക്കാൻ ആരാണോ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, ഫല്യഅ്തകിഫ്, അവൻ ഇത്തികാഫിരുന്ന് കൊള്ളട്ടെ. അങ്ങനെ ഫഅ്തകഫന്നാസു മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജനങ്ങളൊക്കെ ഇത്തികാഫിരുന്നു. അപ്പൊ അതാണ് അതിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം ചില സുന്നത്തുകൾ അത് കുറച്ചു കാലം എടുക്കും, പിന്നെ അത് ഒഴിവാക്കും. നേരെ തിരിച്ചുണ്ടാവും. ആദ്യം ഒന്നും എടുക്കാതെ പിന്നീട് എടുത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇത്തികാഫിന്റെ ഒരു പ്രാധാന്യം, ആ ഹദീസ് എന്താ പറയുക, നമ്മൾ കേട്ട ഹദീസാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇത്തികാഫ് എന്നത് കേവലം ഒരു മുസ്തഹബ് മാത്രമല്ല, അത് മുവക്കദായ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുവക്കദായ സുന്നത്ത് പറഞ്ഞ എന്താ? വളരെ പ്രധാനപ്പെട്ട, അതിശക്തമായ, ബലപ്പെട്ട, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരതിന് തെളിവാക്കുന്നത് ഈ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു, യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമളാന. റമളാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹു തആല. ആ പ്രയോഗം ശ്രദ്ധിച്ചോ, ഹത്താ തവഫാഹുല്ലാഹു തആല. അല്ലാഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരിപ്പിക്കുന്നത് വരെ ഇത്തികാഫ് ഇരുന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫിരുന്നു. പ്രവാചകൻ ഇത്തികാഫിരുന്നു എന്ന് മാത്രമല്ല, സഹാബത്ത് ഇത്തികാഫിരുന്നു. നേരത്തെ പറഞ്ഞ ഹദീസിൽ നമ്മളത് വായിച്ചു. എന്നിട്ട് ആ ഹദീസിൽ കാണാം, സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. അതിനുശേഷം
പ്രവാചക തിരുമേനിയുടെ ഭാര്യമാരും എത്തിക്കാഫിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാർ അവര് എത്തിക്കാഫിരുന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത്രത്തോളം പ്രാധാന്യത്തിനുണ്ട് എന്നർത്ഥം. എന്താണ് അതിൽ വന്നിട്ടുള്ള വേറെ ഹദീസ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഏത്, ഒരു വർഷം എത്തിക്കാഫ് ഇരുന്നില്ല റമദാനില്. അതിന് ചില കാരണങ്ങളുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ നമ്മൾ വിശദീകരിക്കേണ്ടതാണ്. ആ ഇത്തിക്കാഫ് എന്ത് ചെയ്തു? അത് പിന്നെ ശവ്വാലില് പോയിട്ടിരുന്നു എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹദീസുകൾ, ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ ഖുർആനിന് തെളിവായി, ഹദീസിന് തെളിവായി. ഇനി മാത്രല്ല, ഈ ഇത്തിക്കാഫ് അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർക്കിടയിൽ. ഏതാണ്ട് ആളുകളൊക്കെ ഇജ്മാ ഉണ്ട് പറഞ്ഞു. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഏകോപിച്ച അഭിപ്രായം, അതാണ് ഇജ്മാ, ഐക്യകണ്ഠേന എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന്. അതിലൊന്ന് ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി, അത് ഇജ്മാ ഉണ്ടെന്നുള്ളത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹസം, അതേപോലെ തന്നെ നബവി, ഇബ്നു തൈമിയ, ഖുർത്തുബി, ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതില് ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅജ്മഉ അന്നൽ ഇഅ്തികാഫ സുന്നത്തുൻ, അവർ ഏകോപിച്ചിട്ടുണ്ട്, അവർക്ക് ഇജ്മാ ഉണ്ട്. ഏത് വിഷയത്തിൽ? അന്നൽ ഇഅ്തികാഫ സുന്നത്തുൻ, ഇഅ്തികാഫ് എന്താണ്? അത് സുന്നത്താണ്. ഇഅ്തികാഫ് സുന്നത്താണ്. ലാ യജിബു അലന്നാസി ഫറള, അതെന്താവില്ല, നിർബന്ധാവില്ല, നിർബന്ധമല്ല, ഫറളല്ല. ഇല്ല യൂജിബഹുൽ മർഉ അലാ നഫ്സിഹി നദറ, അത് നിർബന്ധമാകും. ഏത് സന്ദർഭത്തില്? ഒരാൾ തനിക്കത് നിർബന്ധമാക്കിയാൽ. എങ്ങനെ നിർബന്ധാക്കല്? നേർച്ചയിലൂടെ. നദറ, നമ്മള് നിർബന്ധമല്ലാത്തൊരു കാര്യം നിർബന്ധമാക്കലാണ് നേർച്ച. ഒരാൾ നേർച്ച നേരാണെങ്കിൽ അതെന്തായി? വാജിബായി തീരും. ഇല്ലെങ്കിൽ അതെന്താണ്? സുന്നത്താണ്. അതെന്തല്ല? വാജിബല്ല, അത് സുന്നത്താണ്. സുന്നത്താണെന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇതുകൊണ്ടായിരിക്കണം, ഈ ഹദീസുകളൊക്കെ വെച്ചിട്ടായിരിക്കണം നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്നത് ഇത് മുഅക്കദാണെന്ന് പഠിപ്പിച്ചത്. അതിലൊന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു, അന്നഹു യുസ്തഹബ്ബു, അതെന്താണ്? മുസ്തഹബാണ്. അല്ലായത് അഹദുൻ അൽ ഇഅ്തികാഫ ഫിൽ അശ്റിൽ അവാഹിരി മിൻ ശഹരി റമളാൻ, ഒരാൾ എന്ത് ചെയ്യരുത്? റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10 ഒരാളും ഇഅ്തികാഫ് ഒഴിവാക്കരുത്. അദ്ദേഹം പറയണം. അതിന് കാരണം പറഞ്ഞാൽ എന്താ അറിയോ? ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവമ അലൈഹി, ഇഅ്തികാഫ് പതിവാക്കിയിട്ടുണ്ട്. കണ്ടോ, പതിവായി ചെയ്തൊരു കാര്യമാണ് ഇഅ്തികാഫ്. ദാവമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവാക്കിയിട്ടുണ്ട്. ദാവമ അലൈഹി. വഖളാഹു ലമ്മാ ഫാത, അത് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നോറ്റ് വീട്ടി, അത് ഇത്തിക്കാഫ് പിന്നെ നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ട, 2 പോയിന്റാ പറഞ്ഞത്. ഒന്നെന്താണ്? ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്, ഒന്ന് ഏത്തിക്കാഫ് അത് ഒഴിവാക്കരുത്. റമദാനിന്റെ അവസാനത്തെ 10 അതെന്ത് ചെയ്യരുത്? ഏത്തിക്കാഫ് ഒഴിവാക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവമ അലൈഹി, അതെന്താക്കിയിട്ടുണ്ട്? മുദാവമത്ത്. മുദാവമത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പതിവാക്കുക എന്നാണ്. ഒരു കാര്യം പതിവായി ചെയ്യുന്നതിനാണ് മുദാവമത്ത്. ദായിമായി ചെയ്യാന്ന് പറയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദായിമായി ചെയ്തിട്ടുണ്ട്. ദായിമായി ചെയ്തു എന്ന് മാത്രമല്ല, വഖളാഹു, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് ഖളാക്കിയിട്ടുണ്ട്. ലമ്മാ ഫാത, അത് നഷ്ടപ്പെട്ടപ്പോൾ. ഒക്കെ ഇബ്നു തൈമിയ പറയണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വകുല്ലു മാ വാളബ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സംഗതി, ഏതൊക്കെ കാര്യങ്ങൾ പതിവാക്കിയിട്ടുണ്ടോ, കാന മിനസ് സുനനിൽ മുവക്കദ, അതൊക്കെ എന്താണ്? മുവക്കദായ സുന്നത്തുകളിൽ പെടും. ഉണ്ടോ? ഏതുപോലെ? ഖിയാമിൽ ലൈലി, രാത്രി നമസ്കാരം പോലെ. അപ്പൊ ഏത്തിക്കാഫിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, റമളാനിന്റെ അവസാനത്തെ 10 അത് ഒഴിവാക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവായി ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അത് നഷ്ടപ്പെട്ടപ്പോൾ അത് പിന്നീട് അത് വീണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പിന്നെ മുവക്കദായ സുന്നത്തിൽപ്പെട്ടതാണ്. രണ്ടാമത് ഇബ്നു ബത്വാൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട്, കാരണം മരണം വരെ ഇത്തികാഫിരുന്നതാണല്ലോ,
പിന്നീട് പ്രവാചകന്റെ ഭാര്യമാരും ഇത്തികാഫിരുന്നു എന്നുള്ളതാണ്. അതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ബത്തൂർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് മുവാബലത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇത്തികാഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫ് പതിവാക്കി എന്നത് തദുല്ലു, അത് അറിയിക്കുന്നു, അല അന്നഹു മിനസ് സുനനിൽ മുവക്കദ, അത് ശക്തമായ സുന്നത്തുകളിൽപ്പെട്ടതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവാക്കിയിരുന്നു എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു ലാ അലം, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അന്ന അഹദിൻ മിനൽ ഉലമാഇ, പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളിൽ നിന്നും ഖിലാഫൻ, ഒരു ഖിലാഫും, ഏത് വിഷയത്തിൽ, അന്നഹു മസ്നൂൻ, അത് മസ്നൂനാണ്, ഏത് ഇഅ്തികാഫ് മസ്നൂനാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു ഖിലാഫ് ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ലോ, അത് സുന്നത്താക്കപ്പെട്ടതാണ് എന്നുള്ള വിഷയത്തിൽ ഒരു ഖിലാഫും പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ആരാ പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അതങ്ങനെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശദീകരിക്കുന്നില്ല. ഏതാണ്ട് മുഹദ്ദിസീങ്ങളും നമ്മുടെ സലഫുകളൊക്കെ അതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടും ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ, അതിനെപ്പറ്റി ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇന്നത്തെ മുസ്ലിങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് കണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അജബല്ലിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ കാര്യം അത്ഭുതം തന്നെ, അത്ഭുതം, ലാത്ത് അത്ഭുതം, തറക്കു അൽ ഇത്തികാഫ, അവർ ഇത്തികാഫിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളൊക്കെ ഒരു പക്ഷെ ഇതിന്റെ പ്രതിപട്ടികയിൽ വരും. നമ്മളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള ഇരുത്താണ്, ഡ്യൂട്ടിന്റെ പേരും പറഞ്ഞിട്ട്. അപ്പോ നമുക്ക് എത്രയാണോ സാധിക്കുന്നത് അതിരിക്കണം, അതങ്ങനെ തന്നെ. പക്ഷെ അതിൻ്റെതായ ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് അതിൻ്റെതായ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ടിരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അപ്പൊ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മുസ്ലിങ്ങളുടെ അവസ്ഥ അത്ഭുതം തന്നെ, അജബല്ലിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ കാര്യം അത്ഭുതകരം തന്നെ. തറക്കു അൽ ഇത്തികാഫ, അവർ ഇത്തികാഫ് ഉപേക്ഷിച്ചിരിക്കുന്നു. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യത്റുഖുഹു മുൻദു ദഖലൽ മദീന ഹത്താ ഖബലഹു അല്ലാഹു തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹു അദ്ദേഹത്തിന്റെ ആത്മാവ് പിടികൂടുന്നത് വരേക്കും, ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നത് വരേക്കും ഈ ഇത്തികാഫ് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതിയോ അത്ഭുതം തന്നെ. പള്ളികളൊക്കെ കാലിയാണ്, ശൂന്യമാണ്. കുറച്ചു സമയം പോലും ഇരിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. അതിനെ കൊണ്ട് പറ്റുന്നൊരു സമയമുണ്ടല്ലോ, അതാ ദിക്റുകളും ദുആകളും നിസ്കാരം ഇബാദത്തും ഖുർആൻ പാരായണമായിട്ട്. അപ്പൊ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകാണത്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ആവേശം പിന്നെ ഉണ്ടാവില്ല, പിന്നെ കുറച്ചൊരാവേശം കൂടും. എന്നാലും ആദ്യം കാണിക്കുന്ന ആവേശം അവസാനത്തിൽ പിന്നെ കാണാറില്ല. പിന്നൊക്കെ ഷോപ്പിംഗ്, മറ്റത് എന്റെ ദുനിയാവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകാൻ ആളുകൾ ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഈ രൂപത്തിലാണ് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തികാഫ് എന്നുള്ളത് അതൊരു സ്വതന്ത്രമായ ഇബാദത്താണ്. സ്വതന്ത്രമായ ഇബാദത്ത് എന്ന് പറയാൻ കാരണം റമദാനിൽ അല്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് ഇത്തികാഫ് ഇരിക്കാൻ എന്നർത്ഥം. എന്നാൽ റമദാനിൽ അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടും, അതിന് കൂടുതൽ ശ്രേഷ്ഠത കിട്ടും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, എന്ത് റമദാനിലാണ് എന്ത് യുസ്തഹബ്ബു വയതഅക്കദു, ഇത് മുസ്തഹബാണ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുവക്കദാണ്. ഇത് ഇസ്തിഹ്ബാബു ഫിൽ അശ്രിൽ അവാഹിരി മിൻ ശഹർ റമദാൻ, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഇതിന് കൂടുതൽ ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ ഇഅ്തികാഫ് സുന്നത്തുൻ ഫി റമദാൻ, റമദാനിലെ സുന്നത്താണ് ഇഅ്തികാഫ് എന്നുള്ളത്. വഗൈരിഹി മിൻ അയ്യാമി സന, റമദാനിൽ മാത്രമല്ല അതല്ലാത്ത ദിവസങ്ങളിലും എന്ത് ചെയ്യാം,
ഒരാൾക്ക് ഇത്തിക്കാഫ് എന്നുള്ളത് സുന്നത്താണ്. എന്നാൽ റമദാനിലാണ് എന്ത് അത് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് എന്നർത്ഥം. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം, എന്ത് റമദാൻ അല്ലാത്ത സന്ദർഭത്തിൽ ഇത്തിക്കാഫ് ഇരിക്കാൻ പറ്റുമോ? ഇത്തിക്കാഫ് ഇരിക്കാം. അവര് അതിന് കൊടുത്ത മറുപടി ചോദ്യതാണ്, ഹൽ യജൂസുൽ ഇഅ്തികാഫു ഫി അയ്യി വഖ്തിൻ ദൂനൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ. ഈ റമദാനിൽ അവസാനത്തെ 10 അല്ലാത്ത ദിവസങ്ങളിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുമോ? അത് ജായിസാണോ? അവരതിന് കൊടുത്ത മറുപടി നാം യജൂസുൽ ഇഅ്തികാഫു ഫി അയ്യി വഖ്തിൻ. ഒരാൾ ഉദ്ദേശിക്കുന്ന ഏത് സമയത്തും അയാൾക്ക് ഇഅ്തികാഫ് ഇരിക്കാം, ഏത് സമയത്തും. എന്നാൽ അഫ്ദലുഹു മാ കാന ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ്. അതിന്റെ കാരണം ലൈലത്തുൽ ഖദർ ഉണ്ട്, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവുണ്ട്. ആ ഹദീസിനെ പറ്റി നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ രാവിന്റെ ഖൈറ് ആർക്ക് തടയപ്പെട്ടു അവൻ എല്ലാ ഖൈറുകളും തടയപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ റമദാനിലെ അവസാനത്തെ 10 എന്താകും? അതിന് കൂടുതൽ ശ്രേഷ്ഠത കിട്ടും എന്നർത്ഥം. അപ്പൊ റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യാ? ഇത്തിക്കാഫ് ഇരിക്കുന്നത് ജായിസാണ് എന്നർത്ഥം. അത് സുന്നത്ത് തന്നെയാണെന്ന് അർത്ഥം. ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തിക്കാഫ് അതിന്റെ സമയം. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട്. എത്ര ദിവസം ഇത്തിക്കാഫ് ഇരിക്കണം? അത് ഇത്തിക്കാഫായി പരിഗണിക്കപ്പെടണമെങ്കിൽ എത്ര ദിവസം ഇരിക്കണം? അപ്പൊ അതിനെപ്പറ്റി പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ചില ആൾക്കാർ പറഞ്ഞു അവസാനത്തെ 10, ഏറ്റവും ചുരുങ്ങിയത് അവസാനത്തെ 10 ഇത്തിക്കാഫ് ഇരിക്കണമെങ്കിലേ അത് ഇത്തിക്കാഫ് ആവുള്ളൂ എന്ന് ചില ആൾക്കാർ പറഞ്ഞു. വേറെ ചില ആളുകൾ പറഞ്ഞു ഇത്തിക്കാഫ് ആകണമെങ്കിൽ ഒരു രാത്രി മതി, അല്ലെങ്കിൽ ഒരു പകല്, അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്നാലേ ഇത്തിക്കാഫ് ആവും. വേറെ ചില ആളുകൾ പറഞ്ഞു ഒരു ലഹലത്തായാലും ഇത്തിക്കാഫായിട്ട് പരിഗണിക്കപ്പെടും, ആ നീയത്ത് ഉണ്ടായാലും മതി. നീയത്ത് ഞാൻ എത്തിക്കാഫ് ഇരിക്കാണ്, അത് പ്രത്യേകം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്തിക്കാഫിന്റെ നീയത്ത്, കാരണം നമ്മള് എല്ലാ സന്ദർഭത്തിലും പള്ളിയിൽ പോയിട്ട് ഇരിക്കാറുണ്ട്, അതൊന്നും എത്തിക്കാഫ് ആവില്ല. എത്തിക്കാഫ് ആയി തീരണമെങ്കിൽ പ്രത്യേക നീയത്ത്, ഞാൻ എത്തിക്കാഫ് ഇരിക്കാണ് എന്നുള്ള നീയത്ത് തന്നെ ഉണ്ടാവണം. അപ്പൊ ഒരു ലഹലത്താണെങ്കിലും ആ നീയത്തുണ്ടെങ്കിൽ അത് എത്തിക്കാഫായിട്ട് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അതില് പ്രബലമായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാല്, ഒരു ലഹലത്ത് ഇരുന്നാൽ തന്നെയും അതിന്റെ നീയത്ത് ഉണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. കാരണം ഏത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ഇഖാമത്തുൽ മസ്ജിദ് ആണല്ലോ, അല്ലെങ്കിൽ ലുസൂമുൽ മസ്ജിദ്, പള്ളിയിൽ ഇരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇത്ര ദിവസങ്ങളെ അത് ഇരിക്കാവൂ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇത്ര സമയം ഇരിക്കണം എന്നുള്ള ഒരു നിബന്ധന ശറഅ നമുക്ക് പഠിപ്പിച്ചു തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചു സമയം ഇരുന്നാലും അത് ഇത്തിക്കാഫിന്റെ പരിധിയിൽ പെടും. പക്ഷെ അത് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ എന്ത് പറഞ്ഞു? ഏറ്റവും അഫ്ളല് അവസാനത്തെ 10 ഇരിക്കുന്ന തന്നെയാണ്, അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചു സമയം ഇരുന്നാലും അത് എന്തായിട്ട് പരിഗണിക്കും? ഇത്തിക്കാഫായിട്ട് പരിഗണിക്കും എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ നിയത്തു ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇനി അത് ആര് പറഞ്ഞു എന്നുള്ളതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അമ്മ അഖല്ലുൽ ഇഅ്തികാഫ്, ഇങ്ങനെ ഒരു ചർച്ച തന്നെ ഫിഖ്ഹിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം. എത്ര ദിവസം ഇരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര സമയം ഇരിക്കണം, വലിയ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ പാടെ വിശദീകരിക്കാൻ സമയം. അതിൽ ചിലത് ഞാൻ പറഞ്ഞുതരാം തെളിവിന് വേണ്ടി. ഇമാം നവവി അദ്ദേഹത്തിന്റെ മജ്മൂഅയിൽ പറഞ്ഞത്, ഏത്തിക്കാഫിന്റെ അഖല്ല് ഏറ്റവും ചുരുങ്ങിയ പരിധി, ഏറ്റവും ചുരുങ്ങിയ സമയം. ഫസ്സഹീഹുല്ലദീ ഖതഅ ബിഹി അൽ ജംഹൂർ ഗണ്യതമായി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അന്നഹു യുസ്തറത്തു ലുബ്സുൻ ഫിൽ മസ്ജിദ്, അത് പള്ളിയിൽ ഇരിക്കലാണ് കുറച്ച് സമയം. വഅന്നഹു യജൂസുൽ കസീറു മിൻഹു വൽ ഖലീലു ഹത്താ സഅത്തിൻ ഔ ലഹള. കണ്ടോ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ആര്? ഇമാം നവവി. വഅന്നഹു യജൂസു, ഇഅ്തികാഫ് ഇരിക്കൽ ജായിസാകും, അൽ കസീറു മിൻഹു,
അതെത്ര കൂടുതലാകട്ടെ, വൽ ഖലീലു എത്ര കുറച്ചാകട്ടെ, ഹത്താ സാഅത്തിൻ ഒരു സാഅത്തോ ഔ ലഹ്ള അല്ലെങ്കിൽ ലഹ്ളത്തോ ആകട്ടെ, അതെന്തായിട്ട് പരിഗണിക്കും? ഇത്തിക്കാഫായിട്ട് പരിഗണിക്കും. അപ്പൊ ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ താമസിക്കലാണ്. അത് എത്ര കൂടുതലും ആകാം, ഒരാൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത്തിക്കാഫ് ഇരിക്കാം, എത്ര കുറച്ചും ആകാം. അപ്പൊ ഇവിടെ സാഅത്ത് എന്നുള്ളത് നമ്മൾ അന്നത്തെ ടൈമിൽ 1 മണിക്കൂർ എന്ന് പറയും. പക്ഷെ ഇത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു കുറച്ച് സമയം എന്നുള്ള അർത്ഥത്തില്. ലഹ്ളത്ത് എന്താ? ഒരു നിമിഷം, സെക്കൻഡ്, കുറച്ച് സമയം എന്നൊക്കെ ലഹ്ള. അപ്പൊ അത്ര ഇരുന്നാലും, അപ്പൊ കുറച്ച് സമയം ഇരുന്നാൽ തന്നെയും ആ നിയ്യത്തുണ്ടെങ്കിൽ അത് ഇത്തിക്കാഫായിട്ട് പരിഗണിക്കപ്പെടും, അത് ജായിസാണ്, അവനതിന്റെ പ്രതിഫലം കിട്ടും എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. ഇബ്നു ഹസം അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിന്റെ കുറഞ്ഞ സമയം ഇത്ര, കൂടുതലായാൽ ഇത്ര എന്ന് ശറഅ് പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ, അങ്ങനെ കൃത്യമായിട്ടല്ല ഇതിലൊരിത് വന്നിട്ടില്ല, എന്ന് ശറഅ് പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഒരാൾ ആ നിയ്യത്ത് വെച്ചിട്ട്, അപ്പൊ അതൊരു തമാശയാകരുത്. ഇത്തിക്കാഫിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ആശയം, അതിന്റെ ആത്മാവ്, അതിന്റെ ചൈതന്യം ഈ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി നിന്നിട്ട് അള്ളാഹുവിനേറ്റ് കൂടുതൽ അടുക്കുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റേതായ ഒരു ഇത് നമുക്ക് കിട്ടണം. അതൊരു ഇബാദത്താണ്, അതൊരു തമാശയല്ല, അതൊരു കളിയല്ലല്ലോ. എന്നാ ഒന്നുമില്ലെങ്കിൽ അവിടെ പോയിട്ട് ഇരിക്കുക എന്നുള്ള കോലത്തിലാകരുതെന്നർത്ഥം. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭമാണെങ്കിൽ അവന് കുറച്ച് സമയമാണെങ്കിലും ആ നിയ്യത്ത് വെച്ചിട്ട് അവന് ഇരുന്നാൽ അതിന്റെ പ്രതിഫലം കിട്ടും, ഇത്തിക്കാഫിന്റെ പ്രതിഫലം കിട്ടും. അത് ഇത്തിക്കാഫായിട്ട് പരിഗണിക്കും. കാരണം അതിന്റെ കുറഞ്ഞ പരിധി ഇത്ര വേണം, കൂടുതൽ ഇന്നതേ പാടുള്ളൂ എന്ന് കൃത്യമായി ശറഅ് പഠിപ്പിക്കാത്തത് കൊണ്ട് ആ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. ഇബ്നു ഹസം പറഞ്ഞത് ഇതന്നെയാണ്. എന്ത്? മിമ്മ ഖല്ല മിനൽ അസ്മാനി ഔ ഖസർ ഇദാലം യഖുസ് അൽ ഖുർആൻ വസ്സുന്നത്തു അദദൻ മിൻ അദദിൻ വവഖ്തൻ മിൻ വഖ്തിൻ. കാരണം എന്താ? അതിന്റെ കൃത്യമായ എണ്ണം, കൃത്യമായൊരു സമയം അത് ഖുർആനും സുന്നത്തും പ്രത്യേകമായി പഠിപ്പിച്ച് തരാത്തത് കൊണ്ട് തന്നെ അത് എത്ര കൂടിയ സമയമാണെങ്കിലും എത്ര കുറഞ്ഞ സമയമാണെങ്കിലും അതെന്താണ്? ഇത്തിക്കാഫായിട്ട് പരിഗണിക്കും എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കാണ്. ഇനി ഇതിനൊക്കെ അവര് തെളിവായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് തന്നെ കൃത്യമായ നിർദ്ദേശ വിഷയത്തിൽ വന്നിട്ടില്ല. മാത്രല്ല യഅല ഇബ്നു ഉമയ്യ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസർ ഉണ്ട്. ആ അസർ സ്വഹീഹാണ്. പല ഇബ്നു അബീ ശൈബക്ക് അത് തിരിച്ചിട്ടുണ്ട്, പലരും അത് തെളിവായിട്ട് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു അസറാണ് അവരിതിന് തെളിവായിട്ട് പിടിക്കുന്നത്. യഅല ഇബ്നു ഉമയ്യ അദ്ദേഹം പറഞ്ഞ അസർ, അദ്ദേഹം പറഞ്ഞു, ഇന്നീല അംകുസു ഫിൽ മസ്ജിദ് അസ്സാ, ഞാൻ പള്ളിയിൽ ഒരു സാഅത്ത് ഇരിക്കാൻ പോവാണ്, കുറച്ച് സമയം. ഇന്നത്തെ നമ്മളതിക്ക് മാറ്റുമ്പോൾ അത് മണിക്കൂർ എന്ന് വരുള്ളൂ. കുറച്ച് സമയം ഞാൻ പള്ളിയിൽ ഇരിക്കാൻ പോവാണ്. ഒമ അംകുസു ഇല്ലാലി തക്കിഫ, എന്തിനു വേണ്ടിയിട്ടല്ലാതെ ഞാൻ പള്ളിയിൽ ഇരിക്കുന്നില്ല? ഏത്തിക്കാഫിന് വേണ്ടിയിട്ടല്ലാതെ. അപ്പൊ ഏത്തിക്കാഫിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം പള്ളിയിൽ ഇരിക്കുകയാണ്, 1 മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ പള്ളിയിൽ ഇരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള യഅല ഇബ്നു ഉമയ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറാണ്. ഈ അസറാണ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? അതിന് തെളിവ് പിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് അതില് കൂടുതൽ നമുക്ക് കുറഞ്ഞ സമയത്ത് ഇരുന്നാലും അത് ഇത്തിക്കാഫായിട്ട് പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് എന്ത് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. തെളിവിന്റെ പിൻബലം ഉള്ളതും അതന്നെ. എന്നാൽ അഫ്ളല് ആ പൂർണ്ണമായിട്ട് അവസാനത്തെ 10 ഇരിക്കുക എന്നുള്ളതാണ്. അത് അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം 20ാമത്തെ നോമ്പിന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് പള്ളിയിൽ പ്രവേശിക്കുക. പിന്നെ അവസാനത്തെ നോമ്പ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പള്ളിയിൽ പുറത്തു വരാൻ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇത്തിക്കാഫിന്റെ പൂർണ്ണമായിട്ടുള്ള രീതി. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകരുത്. അത് ഏതൊക്കെയാന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അത് ഇത്തിക്കാഫ് ബാത്തിലാവും. വെറുതെ ഇങ്ങനെ പുറത്തു പോവുക വരിക, അതൊരു തമാശയാകരുത്. വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ, അത് കൃത്യമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, ലം യഅ്തിന, നമുക്ക് വന്ന് കിട്ടിയിട്ടില്ല, നിശാരി അള്ളാഹുവിൽ നിന്ന്, ഫി തഖ്ദീരി മുദ്ദത്തുൽ ഇഅ്തികാഫി ഷൈഉൻ യുസ്ലഹു ലിത്തമസ്സുകി ബിഹി
മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു തെളിവും ഏത് ഇത്തികാഫിന്റെ സമയം എത്രയാണ് എന്ന് കണിശമായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കണക്ക് ശാരീ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, നമുക്ക് വന്നിട്ടില്ല, ഒരു തെളിവ് നമുക്ക് വന്നിട്ടില്ല, ഖുർആനിലെ ഹദീസിലോ വന്നിട്ടില്ല. വൽലുബ്സുഫിൽ മസ്ജിദി വൽ ബഖാഉ ഫീഹി യുസദ്ദഖു അലൽ യൗമി വബഅദ്. പള്ളിയിൽ ഇരിക്കാന്നാണല്ലോ ലുബ്സുൽ മസ്ജിദ് അല്ലെങ്കിൽ ഇഖാമത്തുൽ മസ്ജിദ്. അതെന്താകാം, ഒരു ദിവസമാകാം, അല്ലെങ്കിൽ അതിന്റെ ഏതാനും ഭാഗങ്ങളാകാം, ബൽ വഅല സഅ അല്ലെങ്കിൽ ഒരു മണിക്കൂറാകാം, അല്ലെങ്കിൽ കുറച്ച് സമയമാകാം. ഇദാ സ്വഹിബ ദാലിക നിയത്തുൽ ഇത്തികാഫ്. ഇത്തികാഫിന്റെ നിയത്ത് വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗമോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് സമയമോ ഒക്കെ ആ നിയത്ത് വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഇത്തികാഫായിട്ട് പരിഗണിക്കും. അപ്പൊ ഷൗക്കാനിന്റെ അഭിപ്രായം അതാണ്. കാരണം മുദ്ദത്തുൽ ഇത്തികാഫിന്റെ മുദ്ദത്ത് ടൈം ഇത്ര കൂടിയത് അത് കൃത്യമായി എന്താണ് ഷറഇലം യഅ്തിന അനിശാരി എന്ന് അദ്ദേഹം പറഞ്ഞു. ഷാരിയിൽ നിന്ന് നമുക്ക് വന്നു കിട്ടിയിട്ടില്ല എന്ന കൃത്യമായ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് അത് ആകാവുന്നതാണ് എന്നുള്ളതാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, ഹൽ ഈ ഇത്തികാഫിന് ഹല്ലിൽ ഇത്തികാഫി ലഹു മുദ്ദത്തുൻ മുഹദ്ദദ, അതിനൊരു കൃത്യ ടൈം ഉണ്ടോ? 10 ദിവസമെന്നോ അല്ലെങ്കിൽ ആ 10 ദിവസം ഇരുന്നെങ്കിലേ ഇത്തികാഫ് ആകുള്ളൂ എന്നോ അല്ലെങ്കിൽ ഒരു രാത്രിയെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇരുന്നെങ്കിലേ ഇത്തികാഫായി പരിഗണിക്കുള്ളൂ എന്നുള്ള ഒരു പരിധി അതിന് ഇത്തികാഫിനുണ്ടോ എന്ന് ഷെയ്ഖ് ഫൗസാനോട് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, അൽ ഇത്തികാഫു ലൈസ ലഹു മുദ്ദത്തുൻ മുഹദ്ദദ. മുദ്ദത്തുൻ മുഹദ്ദദത്തുൻ കണ്ടോ, അതിനൊരു മുഹദ്ദദായൊരു മുദ്ദത്ത്, ഒരു സമയം, ഏറ്റവും ചുരുങ്ങിയത് ഇത്ര സമയം ഇരിക്കണം എങ്കിലേ അത് ഇത്തികാഫായിട്ട് പരിഗണിക്കുള്ളൂ എന്നുള്ളത് അത് വെച്ചിട്ടില്ല. ലാ ഹദ്ദ ലി അഖല്ലിഹി വലാ ഹദ്ദ ലി അക്സരിഹി. കുറഞ്ഞാൽ ഇത്ര, കൂടിയാൽ ഇത്ര, അതിന് ലാ ഹദ്ദ, അതിനൊരു പരിധി വെച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കുറെ സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ലജ്നത്ത് ദായിമയുടെ ഈ വിഷയത്തിലൊരു ചോദ്യം, അത് നമ്മളൊക്കെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം കൂടി ഞാൻ വായിച്ചുതരാം. എന്താ ചോദ്യം എന്ന് അറിയോ? ലജ്നത്ത് ദായിമയുടെ ചോദ്യം, ഇന്നനാ നഅമലു ഫീ മഹല്ലി ബൈഇ മലാബിസ്. ഞങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അത് നമുക്കിത് ഉപകാരപ്പെടും. ഈ ചോദ്യം വായിച്ചാല് ടെക്സ്റ്റൈൽസിലാണ്, വസ്ത്ര കടയിലാണ്, അതാണ് ഞങ്ങളെ ജോലി. ഫി ഷഹരി റമദാൻ മാസത്തിൽ ഫിൽ അശൽ അവാഹിരി, ഈ അവസാനത്തെ 10 ഞങ്ങളിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. ലാ നസ്തതിഉൽ ഇത്തികാഫ ഫിൻ നഹാരി ഹസ്ബൽ ഉറൂഫിൽ അമലി. ജോലി ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പകല് ഇത്തികാഫ് ഇരിക്കാൻ സാധിക്കുകയില്ല. ഹൽ യസിഹു അൻ നഅ്തകിഫ ഫിൽ ലൈലി ഫഖത്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രിയിൽ മാത്രം ഇത്തികാഫ് ഇരിക്കാൻ പറ്റുമോ? വഫിൻ നഹാരി, അതേപോലെ തന്നെ നഅമലു ഫിൽ മഹല്ലി, പകലിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇത്തികാഫ് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ഇതാണ് 2 ചോദ്യങ്ങളാണ്. അതിനവർ കൊടുത്ത മറുപടി. അതിലൊരു ഭാഗം നമുക്ക് പിന്നെ പറയത് പള്ളിയിലല്ലാത്ത സ്ഥലത്ത് ഇത്തികാഫ് പറ്റൂല, അത് നമുക്ക് വിശദീകരിക്കാം. അതിൽ ഇവിടെ എന്താ വെച്ചാല് രാത്രിയിൽ മാത്രം ഞങ്ങൾക്ക് ഇത്തികാഫ് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഇത്തികാഫിന്റെ പൂർണ്ണമായ രൂപം അവസാനത്തെ 10 നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ 10 ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? രാത്രി മാത്രം ഇത്തികാഫ് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് അവർ കൊടുത്ത മറുപടി കേട്ടോ, ലജ്നത്ത് ദായിമ കൊടുത്ത മറുപടി, യജൂസുൽ ഇത്തികാഫു വലൗ സഅതൻ മിനസ് സമൻ. കണ്ടോ, യജൂസുൽ ഇത്തികാഫു, ഇത്തികാഫ് ജായിസാകുന്നു, വലൗ സഅതൻ മിനസ് സമനി, ടൈം അത് 1 മണിക്കൂറാണെങ്കിൽ പോലും അല്ലെങ്കിൽ കുറച്ച് സമയമാണെങ്കിൽ പോലും അത് ഇത്തികാഫ് ജായിസാവുന്നു. പിന്നെ അവർ പറയുന്നത് അത് പള്ളിയിൽ തന്നെ ആകണം എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തില് നമ്മൾ അത്ര മനസ്സിലാക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് അതേപോലെ തന്നെ ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ സാധ്യമാകുന്നവരൊക്കെ എന്ത് ചെയ്യണം? അത് എത്രയാണോ നമുക്ക്, എത്ര ദിവസങ്ങളാണോ, അത് അവസാനത്തെ ദിവസം 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകൾ. ഇനി അതല്ല രാത്രികളാണോ അങ്ങനെ, ഇനി അതല്ലാത്ത സമയത്താണോ അങ്ങനെ, ആ നിയ്യത്തോട് കൂടിയിട്ട് ഇത്തികാഫ് ഇരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന്റെ പുണ്യം നമുക്ക് കിട്ടും. ആ പുണ്യം നേടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി അതില് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കേണ്ട സംഗതി, ഇത്തികാഫ് എവിടെ ഇരിക്കണം? അത് നമുക്ക് എവിടെയാണ് ഇത്തികാഫ് ഇരിക്കേണ്ടത്? പള്ളിയിൽ തന്നെ ഇരിക്കൽ നിർബന്ധമാണോ?
ഇതിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാല് ഇത്തിക്കാഫ് ഇരിക്കേണ്ടത് പള്ളിയിൽ തന്നെ ആയിരിക്കണം. അത് നിർബന്ധമാണ്. പള്ളിയിലല്ലാതെ ഇത്തിക്കാഫ് ഇരുന്നാൽ ആ ഇത്തിക്കാഫ് സ്വഹീഹല്ല. അതിൽ തർക്കല്ല. പള്ളി എന്ന് പറയാൻ കാരണം എന്താ പറയുക, നമ്മളെ വീട്ടിൽ ചിലപ്പോൾ റൂം പള്ളിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. സുന്നത്തൊക്കെ നിസ്കരിക്കാനും നിസ്കാരങ്ങളൊക്കെ നടത്താനും റൂമുണ്ടാവും. അല്ലെങ്കിൽ നമ്മള് ജോലി ചെയ്യുന്നിടത്ത് പള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് നിസ്കരിക്കണ സ്ഥലങ്ങളുണ്ടാകും. അത്തരത്തിലുള്ള മഹല്ലുകളോ അത്തരത്തിലുള്ള റൂമുകളോ ഒന്നും ഇത്തിക്കാഫ് ഇരുന്നാൽ സഹിയാകുകയില്ല എന്നുള്ളത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളി ആയിരിക്കണം. ഇത്തിക്കാഫ് ഇരിക്കേണ്ടത് പള്ളിയിലാണ്. അത് നിർബന്ധമാണ്. ആ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കണം, അത് നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ ആദ്യം ഓതിയ ആയത്ത് തന്നെ, ബഖറയിലെ 187 ആയത്താണ്. ആ ആയത്തുനിന്ന് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആയത്ത് വലാ തുബാശിറൂഹുന്ന വഅൻതും ആഖിഫൂന ഫിൽ മസാജിദി, പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. അപ്പോ പള്ളി എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചു, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അജ്മഅൽ ഉലമാഉ അലാ അന്നൽ ഇഅ്തികാഫ ലാ യകൂനു ഇല്ലാ ഫിൽ മസ്ജിദി, ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു അന്നൽ ഇഅ്തികാഫ് ലാ യകൂനു ഇല്ലാ ഫിൽ മസ്ജിദി, അത് പള്ളിയിലല്ലാതെ പാടില്ല എന്നുള്ള വിഷയത്തിൽ ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. ഇബ്നു ഹജർ പറഞ്ഞു, ഇവിടെ അല്ലാഹ് ഈ ആയത്തിൽ പറഞ്ഞത് പള്ളി എന്നാണല്ലോ, ഫഅലം, അതുകൊണ്ട് നീ അറിയണം, മനസ്സിലാക്കണം, മിൻ ദിക്രിൽ മസാജിദി, ഇവിടെ പള്ളികളിൽ ഇത്തികാഫ് ഇരിക്കുന്നവരായിരിക്കെ നിങ്ങൾ ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നാണല്ലോ അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ, അന്നൽ മുറാദ, അതുകൊണ്ടുള്ള ഉദ്ദേശം അന്നൽ ഇഅ്തികാഫ ലാ യകൂനു ഇല്ലാ ഫീഹാ, പള്ളിയിലല്ലാതെ ഇഅ്തികാഫ് പാടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ഇബ്നു ഹജർ പറയാൻ. മാത്രല്ല ഈ വിഷയത്തില് ഇജ്മാ ഉണ്ട് എന്നുള്ളത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാരും പറഞ്ഞിട്ടുണ്ട് എന്ത്, പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നെങ്കിലേ അത് സാധുവാകുള്ളൂ, അത് ഇത്തിക്കാഫായിട്ട് പരിഗണിക്കുള്ളൂ. അതിൽ ഇജ്മാ ഉണ്ടെന്നുള്ള കാര്യത്തില് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ഇബ്നു അബ്ദുൽ ബർ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞു, ഇബ്നു ബത്തോല്, ഖുർത്തുബി പറഞ്ഞത് നമ്മൾ പറഞ്ഞു, ഇബ്നു തൈമിയ പറഞ്ഞത് പറഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാ ആളുകളും അവരൊക്കെ പറഞ്ഞത് എന്താ വെച്ചാല് എന്താണ്, ഈ വിഷയത്തില് ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നെങ്കിൽ എന്താകുള്ളൂ, ഇത്തിക്കാഫ് സാധുവായി തീരുകയുള്ളൂ. മാത്രമല്ല ലജ്നത്ത് ദായിമയോട് നേരത്തെ ആ ചോദ്യം ചോദിച്ചല്ലോ, ഏത്, നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്, ആ കച്ചവട സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ചോദിച്ചത്. അപ്പൊ അതിന് അവര് കൊടുത്ത മറുപടിയിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ലജ്നത്ത് ദായിമ അവർക്ക് കൊടുത്ത മറുപടി എന്താ വെച്ചാല്, യജൂസുൽ ഇഅ്തികാഫ് വലൗ സഅത മിന അസ്സമനി ബിമസ്ജിദിൻ തുഖാമു ഫീഹി സ്വലാത്തുൽ ജമാഅ. ഇനി ആ പള്ളിന്റെ ഷർത്ത് എന്താന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ജമാഅത്ത് നിസ്കാരം നിർവഹിക്കപ്പെടുന്ന പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കണം. അതാണ് ലജ്നത്ത് ദായിമ ഇതിൽ കൊടുക്കുന്നത്. വയസ്സിഹുൽ ഇഅ്തികാഫ്, എന്നിട്ട് അവർ തുടർന്ന് കൊടുക്കുന്ന മറുപടി ഇഅ്തികാഫ് സ്വഹീഹാവും ബിലാ സൗമിൻ, നോമ്പില്ലാതെ ഇഅ്തികാഫ് ഇരിക്കുന്നത് സ്വഹീഹാവും. അല സ്വഹീഹ് മിൻ അഖ്വാലിൽ ഉലമാ, പണ്ഡിതന്മാരുടെ ഏറ്റവും സ്വഹീഹായ നിലപാടനുസരിച്ച് നോമ്പില്ലാതെ ഒരാൾക്ക് ഇഅ്തികാഫ് ഇരിക്കാം. എന്നിട്ട് അതിന്റെ തെളിവുകൾ പറഞ്ഞു. അപ്പൊ ലജ്നത്ത് ദായിമയും ഇതേ കാര്യമാണ് പറയുന്നത്. ഇനി അതിന് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാല്, പള്ളികളിൽ ഇഅ്തികാഫ് ഇരുന്നെങ്കിലേ ഇഅ്തികാഫ് സാധുവാകുകയുള്ളൂ എന്നുള്ളത് മനസ്സിലായി. അതിന്റെ തെളിവുകൾ നമ്മൾ പറഞ്ഞു. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ വേറെ ഉണ്ട് കേട്ടോ. ഖുറാന്റെ ആയത്ത് നമ്മൾ പറഞ്ഞു, വേറെ ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കും, നബി മുടി ചീ കൊടുക്കാൻ വേണ്ടി തലം ചെയ്യും, ആയിഷബിക്ക് കൊടുക്കാറുണ്ടായിരുന്നു, ആയിഷബിയും തലമുടി ചെയ്യാറുണ്ടായിരുന്നു. ഹദീസുകളൊക്കെ അതിന്റെ തെളിവുകളാണ്. വേറെ ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയുള്ള പള്ളികളിലെ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുള്ളൂ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായിട്ട് 4 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, എല്ലാ പള്ളികളിലും ഇഅ്തികാഫ് ഇരിക്കാം, അതാണ് ഒരു അഭിപ്രായം. എല്ലാ പള്ളികളിലും, അതാണ് അഭിപ്രായങ്ങളാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ജമാഅത്ത് നിസ്കാരം നിർവഹിക്കപ്പെടുന്ന പള്ളികളിലെ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അതില് രണ്ടാമത്തെ ഒരു അഭിപ്രായം. ജമാഅത്ത് നിസ്കാരം ഉണ്ടാണ്, അങ്ങനെയുള്ള പള്ളി, അതിനെ പള്ളി എന്ന് പറയുള്ളൂ, അതിലെ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുള്ളൂ. അത് രണ്ടാമത്തെ അഭിപ്രായം.
മൂന്നാമത്തെ ഒരു അഭിപ്രായം ജുമാ നടക്കുന്ന പള്ളിയിലെ എത്തിക്കാഫ് ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത പള്ളിയിൽ സ്വഹിയാവില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. നാലാമത്തെ ഒരു അഭിപ്രായം മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ, അങ്ങനെ ഈ 3 പള്ളിയിലെ എത്തിക്കാഫ് ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ നാലാമത്തെ ഒരു അഭിപ്രായം. ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സഹിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അഭിപ്രായം ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കാൻ പറ്റുള്ളൂ. അഫ്ളല് ജുമാ നടക്കുന്ന പള്ളിയിലാണ്. കാരണം എന്താ? അല്ലെങ്കിൽ ജുമാക്ക് പുറത്തു പോകേണ്ടി വരും. എത്തിക്കാഫിന്റെ ആദാബുകളിൽപ്പെട്ട ഷുറൂത്തുകളിൽപ്പെട്ട ഒന്നാണെന്ത്? പുറത്തു പോകാൻ പാടില്ല. അപ്പൊ ജുമാ നടക്കുന്ന പള്ളിയിലാകുമ്പോ പുറത്തു പോകണ്ട. പക്ഷെ ഒരാൾ ജമാഅത്ത് പള്ളിയിലുണ്ട്, പക്ഷെ ജുമാ അവിടെ അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അയാൾ ജുമാക്ക് പോകേണ്ടി വരും. എന്നാൽ ജമാഅത്ത് 5 നേരം ജമാഅത്ത് നിർവഹിക്കപ്പെടുന്ന പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കാം, ഒരു തകരാറില്ല. ജുമാ തന്നെ വേണമെന്നുള്ള നിർബന്ധമല്ല. അഫ്ളല് ജുമാ വേണമെന്നാണ്, പക്ഷെ നിർബന്ധമല്ല. അപ്പൊ ജമാഅത്ത് നടക്കുന്ന പള്ളികളിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്തിക്കാഫ് ഇരിക്കാം എന്നർത്ഥം. അതാണ് മൊത്തത്തിൽ നമുക്ക് തെളിവുകളിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്നത്. ഒന്നാമത്തെ അതിന്റെ തെളിവ് എന്താ വെച്ചാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പറഞ്ഞു, ഈ എത്തിക്കാഫ് ഇരിക്കേണ്ടത് ആ പള്ളി എങ്ങനെ ഇരിക്കണം? അദ്ദേഹം ഷർത്ത് വെച്ചു, ഫിൽ മസ്ജിദി അൻ തുഖാമ ഫിഹി സ്വലാത്തുൽ ജമാഅത്ത് നിർവഹിക്കപ്പെടുന്ന പള്ളി ആയിരിക്കണം എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല ഇതിന്റെ തെളിവാണ് ജമാഅത്ത് നടക്കുന്ന പള്ളിയിലാകണം എന്ന് പറയാനുള്ള കാരണം. ഒന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ആയിഷ റളിയല്ലാഹു തആല അവരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറിൽ കാണാം, ലാ ഇഅ്തികാഫ ഇല്ലാ ഫി മസ്ജിദിൻ ജമാഅത്തിൻ, ജമാഅത്ത് നടക്കുന്ന ഒരു പള്ളിയിലല്ലാതെ എത്തിക്കാഫ് ഇല്ല. അപ്പൊ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ നമുക്ക് എത്തിക്കാഫ് ഇരിക്കാം. കാരണം ഇതിലെ ആളുകൾക്ക് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ജുമാ നടക്കുന്ന പള്ളിയിൽ മാത്രമേ എത്തിക്കാഫ് സാധുവാകുകയുള്ളൂ. അതേപോലെ തന്നെ ലോകത്ത് 3 പള്ളികളിൽ മാത്രമേ എത്തിക്കാഫ് ഉള്ളൂ. അപ്പൊ അത് വേറെ ദീർഘമായിട്ടുള്ള വിഷയമാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കാം. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വന്നിട്ടുള്ള അസർ ഇതാണ്. ഇതേപോലെ തന്നെ ഷഫീഖ ബഷീർക്ക് വന്നിട്ടില്ല, ഇനി റൂം മാറി ഒന്ന് വിളിച്ചോക്കെ. എന്റെ മൊബൈൽ എവിടെയാണ്? ഒന്ന് എന്റെ കയ്യിൽ നമ്പർ ഉണ്ടോ? ഒന്ന് വിളിച്ചോക്ക്. വേറെ ഇബ്നു അബ്ബാസ്, അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വന്നിട്ടുള്ള അസറിൽ അതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള അസറിൽ കാണാം, ലാ ഇഅ്തികാഫ ഇല്ലാ ഫീ മസ്ജിദിൻ തുഖാമു ഫീഹി അസ്സലാ. കണ്ടോ? നമസ്കാരം നിർവഹിക്കപ്പെടുന്ന പള്ളിയിലല്ലാതെ ഇഅ്തികാഫ് സാധുവാകുകയില്ല. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസർ. ഇനി ഇതിന് പിന്നെ വേറൊരു കാരണം പറഞ്ഞാൽ എന്താ വെച്ചാല്, ഒന്ന് ജുമാ നടക്കുന്ന പള്ളിയിൽ അല്ലെങ്കിൽ വരുന്ന തകരാറെന്തോ വെച്ചാല്, അല്ലെങ്കിൽ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ അല്ലെങ്കിൽ വരുന്ന തകരാറെന്തോ വെച്ചാല്, പിന്നെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഒന്ന് ഇമ്മാ തർക്കു സ്വലാത്തിൽ ജമാഅത്ത് നിസ്കാരം നടക്കാത്തൊരു പള്ളിയാണെങ്കിൽ, പള്ളിയാണ് പക്ഷെ അവിടെ ഇമാമോ ജമാഅത്തോ ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരു പള്ളിയിലാകുമ്പോ എന്താവും? അവന് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടും. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അല്ലാത്ത കാലത്താണെങ്കിൽ പോലും ജമാഅത്ത് ഒഴിവാക്കാൻ പാടുണ്ടോ? ഉദറില്ലാതെ ഇല്ല. അതാണ് ഒരു കാരണം പറഞ്ഞത്. രണ്ടാമത് കാരണം പറഞ്ഞെന്താ വെച്ചാല്, വൈമാ കസ്റത്തു ഖുറൂജിഹി ലി അദാഇ സ്വലാത്തി ഫീ മസ്ജിദിൻ ആഖർ, ജമാഅത്ത് നടക്കാത്തൊരു പള്ളിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ജമാഅത്തിന് ഇങ്ങനെ അടുത്ത പള്ളിക്ക് പോകേണ്ടി വരും. അത് ഇത്തികാഫിന്റെ ആദാബിനും ശുറൂത്തുകൾക്കും എതിരാണ്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് ജമാഅത്ത് നടക്കുന്ന പള്ളിയിലായിരിക്കണം ഇത്തികാഫ് ഇരിക്കേണ്ടത്. മാത്രമല്ല ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇത് വേർതിരിച്ച് ഈ ചോദ്യം ചോദിച്ചു, ജുമാ നടക്കുന്ന പള്ളിയിലാണോ ജമാഅത്ത് നടക്കുന്ന പള്ളിയിലാണോ, അതിൽ പിന്നെ ഏതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഏതിലാണ് ഇത്തികാഫ് ഇരിക്കേണ്ടത്? അപ്പൊ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി എന്താ വെച്ചാല്, അൽ മസ്ജിദുല്ലദീ തുഖാമു ഫീഹി അൽ ജമാഅ വലാ യുശ്തറത്തുല്ലദീ തുഖാമു ഫീഹി അൽ ജുമുഅ, ഷർത്ത് വെക്കേണ്ടത് ജമാഅത്ത് നടക്കുന്ന പള്ളിയാണ്,
ജുമ നടക്കുന്ന പള്ളി എന്ന് അത് നിർബന്ധമല്ല, അത് ഷർത്ത് വെക്കേണ്ടതില്ല. കാരണം അന്നൽ മസ്ജിദ് അല്ലദി ലാ തുഖാമു ഫീഹൽ ജമാഅ ലാ യുസദ്ദഖു അലൈഹി കലിമത്തു മസ്ജിദ്. കാരണം എന്താ, ജമാഅത്ത് നടക്കാത്തൊരു പള്ളി, അതിന് പള്ളി എന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് നീതിയല്ലല്ലോ. കൃത്യമായി 5 നേരം ജമാഅത്ത് നടക്കാത്തൊരിതിന് പള്ളി എന്ന് പറയും. അത് റൂമെന്നോ വേറെ എന്തെങ്കിലും എന്താ പറയാ, ഷെയ്ഖ് ഹുസൈൻ വിശദീകരിക്കണം. അപ്പൊ 5 നേരം ജമാഅത്ത് നടക്കണം, അതിലാണ് ഇത്തിക്കാഫ് ഇരിക്കേണ്ടത്. അതാണ് സ്വഹീഹായിട്ടുള്ള അഭിപ്രായം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഫലാ യുശ്തറതു, ഷർത്താക്കപ്പെടുകയില്ല, അൻ യകുനൽ മസ്ജിദു തുഖാമു ഫീഹി സ്വലാത്തുൽ ജുമുഅ, ജുമ നടക്കുന്ന പള്ളി തന്നെ ആയിരിക്കണം എന്നുള്ള ഷർത്ത് ഇല്ല. ലിഅന്നഹ ലാ തതകററു ഫലാ യുദറു അൽ ഖുറൂജു ഇലൈഹ. ജുമ ആകുമ്പോൾ എന്ത് ചെയ്യാ, അവന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പുറത്തു പോയാൽ മതി. എന്നാൽ ജമാഅത്താകുമ്പോ അങ്ങനെയല്ല, ജമാഅത്ത് നിസ്കാരമാകുമ്പോ 5 നേരം പുറത്തു കൊണ്ടുവരും, പിന്നെ എന്ത് ഇത്തിക്കാഫ്. അപ്പൊ ജുമ ആകുമ്പോ എന്ത് ചെയ്യാ, അത് അവന് ആവർത്തിക്കേണ്ടി വരില്ലല്ലോ, ആഴ്ചയിൽ ഒരു ദിവസമല്ല. അപ്പൊ അത് പിന്നെ എന്താവൂല, ആ ഇത്തിക്കാഫിന്റെ സാധ്യതയെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാണ്. അപ്പോ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ എന്ത് ചെയ്യാ, നമുക്ക് ഇത്തിക്കാഫ് ഇരിക്കാം എന്നർത്ഥം. ഇത് തന്നെയാണ് നേരത്തെ ലജ്നത്ത് ദായിമ കൊടുത്ത ഫത്വയിൽ നമ്മൾ വായിച്ചത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാനോട്, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ്, ഇവരോടൊക്കെ ഈ ചോദ്യം ചോദിച്ച സന്ദർഭത്തിലൊക്കെ അവർ കൊടുത്ത മറുപടി എന്താണ്, അത് ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ എന്ത് ചെയ്യാം, അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. എന്നാൽ ജമാഅത്ത് നടക്കുന്നില്ലെങ്കിലോ അത് അതിന്റെ ഇത്തിക്കാഫിനെ ബാധിക്കും, അത് പ്രയാസകരമാണ് എന്നുള്ളതാണ്. അപ്പോ 2 കാര്യങ്ങളപ്പോ പറഞ്ഞു. ഒന്ന്, പള്ളിയിലായിരിക്കണം ഇത്തിക്കാഫ് ഇരിക്കേണ്ടത്. 2, ആ പള്ളി ജുമാ തന്നെ ഉണ്ടാകണം എന്നുള്ള നിർബന്ധമല്ല, അഫ്ളൽ അതാണ്. എന്നാൽ എന്ത് ചെയ്യാ, ജുമാക്ക് പുറത്തു പോകേണ്ടതില്ല, അഫ്ളൽ അതാണ്. എന്നാൽ കൃത്യമായി ജമാഅത്ത് നടക്കുന്ന ഒരു പള്ളി, ആ പള്ളിയിൽ ഒരാൾക്ക് ഇത്തിക്കാഫ് ഇരുന്നാൽ അത് സാധുവാകും. അപ്പൊ ആളുകൾക്ക് അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ജുമാ നടക്കുന്ന പള്ളിയിൽ ഇത്തിക്കാഫ് എന്നെങ്കിൽ അത് സ്വയ്യാവുള്ളൂന്നുള്ളത്. അപ്പൊ അതില്ല, അത് ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ നമ്മളത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ജമാഅത്ത് നടക്കുന്ന പള്ളിയിലായിരിക്കണം അത് ഇത്തിക്കാഫ് ഇരിക്കേണ്ടതെന്ന് അർത്ഥം. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തിക്കാഫ് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോവുക എന്നുള്ളത് അത് ഒരു നിർബന്ധ ഘട്ടം ഉണ്ടെങ്കിൽ മാത്രമേ അത് ജായിസാവുള്ളൂ. ആ പരിപൂർണമായ ഇത്തിക്കാഫിന്റെ പ്രതിഫലം കിട്ടെങ്കിൽ അവൻ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. അതിന് കാരണമുണ്ട്, അത് വെറുതെ പറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കാഫ് ഇരുന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ലാ യദ്ഖുലുൽ ബൈത, നബി തിരുമേനി വീട്ടിൽ പ്രവേശിക്കുമായിരുന്നില്ല, ഇല്ലാ ലി ഹാജത്തിൽ ഇൻസാനി, മാനുഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ, ഇദാകാന മുഅ്തഫികൻ, ഇദാകാന മുഅ്തകിഫൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കാഫ് ഇരിക്കുമ്പോ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ അദ്ദേഹം വീട്ടിൽ പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. അപ്പം മനുഷ്യന് വേണ്ട ചില ആവശ്യങ്ങളുണ്ട്, അത് പള്ളി തന്നെ ഉണ്ടോ, പള്ളി തന്നെ ചെയ്തോളണം, ഇതാണ് അതിന്റെ കണക്ക്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞല്ലോ, എന്താ മനുഷ്യന്റെ ആവശ്യങ്ങൾ, ഒരു മനുഷ്യന് വേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കാനല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു, ഇവിടെ ഹാജത്തുൽ ഇൻസാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ബൗലു വൽ ഗായിത്, മൂത്രിക്കുക, കാഷ്ടിക്കുക, അതായത് മലമൂത്ര വിസർജനം നടത്തുക, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതെല്ലാ മനുഷ്യന്മാർക്കും നിർബന്ധമാണല്ലോ. ഇതൊരു പള്ളിയിലില്ലേ, അയാൾക്ക് വീട്ടിൽ പോയിട്ട് അത് ചെയ്യാം, അത് നിർവഹിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് അത് ചെയ്യാം. അപ്പൊ ഇതാണ് അതില് ഒന്ന് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഇത് പറഞ്ഞ സ്ഥലത്തൊക്കെ കാണാം എന്ത്, വകുല്ലുമാല ബുദ്ധലഹു മിൻഹു, നിർബന്ധമാണെങ്കിൽ മാത്രം. ഇതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തിക്കാഫിന്റെ സന്ദർഭത്തിൽ അയാൾക്ക് എന്ത് വേണം, അയാൾക്ക് ഫുഡ് വേണ്ടി വരും, അത് പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കണ വേണ്ടത്. ഇനി പള്ളിയിലേക്ക് കൊണ്ട് തരാൻ ആളില്ലെങ്കിൽ അയാൾക്ക് ആ സന്ദർഭത്തിൽ അത് ജായിസാവും, ആ സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുക, നേരെ തിരിച്ചു പോകും. അത് പണ്ഡിതന്മാർ അതിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ലാ ബുദ്ധ എന്ത്,
അനിവാര്യമാണെങ്കിൽ മാത്രം എന്നുള്ളതാണ്. നിർബന്ധമാണെങ്കിൽ മാത്രമേ അത് അനുവദനീയമാവുകയുള്ളൂ. അപ്പൊ അത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ ലജ്നത്ത് ദായിമയോട് ഒരു ചോദ്യം വന്നു. എന്ത്? ഹൽ യജൂസു ലിൽ മുഅത്തകിഫി, ഇത്തികാഫ് ഇരിക്കുന്നവന് ജായിസാണോ അൻ യസൂറ മരീലൻ, രോഗിയെ സന്ദർശിക്കുക, ഔ യുജീബു ദഅവ, അല്ലെങ്കിൽ ക്ഷണിച്ചാൽ എന്തെങ്കിലും ഇതിന് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, ഔ യഖ്ലി ഹവായിജ അഹ്ലി, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഔ യത്ബഉ ജനാസ, അല്ലെങ്കിൽ ഒരു മയ്യത്തിനെ പിന്തുടരുക, ഔ യദ്ഹബു ഇലൽ അമലി, അല്ലെങ്കിൽ ജോലിക്ക് പോവുക. ഇതൊക്കെ ഇത്തികാഫ് ഇരിക്കുന്ന ഒരാൾക്ക് ജായിസാണോ? അതിന് ലജ്നത്ത് ദായിമ കൊടുക്കുന്ന മറുപടി അസുന്നത്തു, സുന്നത്ത് എന്താണ്? അല്ലാ യസൂറൽ മുഅത്തകിഫു മരീലൻ അസ്നാ ഇത്തികാഫി, ഇത്തികാഫ് ഇരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യരുത്? രോഗിയെ സന്ദർശിക്കേണ്ടതില്ല. വലാ യുജീബു ദഅവ, അയാൾ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. വലാ യഖ്ലി ഹവായിജ അഹ്ലിഹി, കുടുംബത്തിന്റെ കാര്യങ്ങൾ അയാൾ ആ സന്ദർഭത്തിൽ ചെയ്തു കൊടുക്കാൻ പാടില്ല. വലാ യശ്ഹദു ജനാസ, മയ്യത്തിന്റെ അവിടെ പങ്കെടുക്കേണ്ടതില്ല. വലാ യദ്ഹബു ഇലാ അമലിഹി ഖാരിജൽ മസ്ജിദി, പള്ളിക്ക് പുറത്ത് അവന്റെ ജോലിക്ക് അവൻ പോകാൻ പാടില്ല. എന്നിട്ട് അവർ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നിട്ടുള്ള ഹദീസ്, അതേപോലെ തന്നെ വേറെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു ഓരോന്നും എടുത്ത് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഓരോന്നും നേരത്തെ പറഞ്ഞ എന്താ? മാനുഷികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നില്ല. ഈ ഹദീസിൽ ആയിഷ ബീവി പറഞ്ഞ എന്താ പറയുക? ലജ്നത്ത് ദായിമ എടുത്തു കൊടുക്കുകയാണ്. കാലത്ത് ആയിഷ ബീവി പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്, അസ്സുന്നത്തു അലൽ മുഅത്തകിഫി, ഇത്തികാഫ് ഇരിക്കുന്നവന് സുന്നത്താണ് അല്ലാ യഊദ മരീലൻ, ഒരു രോഗിയെ സന്ദർശിക്കരുത്, ഔ ലാ യശ്ഹദ ജനാസതൻ, ഒരു ജനാസയിൽ പങ്കെടുക്കരുത്, വലാ യമസ്സ ഇംറഅതൻ വലാ യുബാശിറഹ, ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം നടത്തരുത്, വലാ യഖ്റുജ ലി ഹാജത്തിൻ ഇല്ലാ ലിമാ ലാ ബുദ്ദ മിൻഹു, നിർബന്ധമായും പോകേണ്ട കാര്യങ്ങൾക്കല്ലാതെ വേറൊരു ആവശ്യത്തിന് എന്ത് ചെയ്യരുത്? പുറത്ത് പോകരുത്. ഇതാണ് ലജ്നത്ത് ദായിമ അതിന് കൊടുക്കുന്ന മറുപടി. അപ്പൊ അത് അവര് കൃത്യമായിട്ട് തന്നെ ആ കാര്യം ചെയ്തിട്ടുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഇത്തികാഫ് ഇരിക്കുന്ന ഒരാള് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള ആളുകൾ പറഞ്ഞെന്താ വെച്ചാല്, ഒരാൾ ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്, അത് അനിവാര്യമായ ചില സംഗതികൾക്ക് പുറത്തു പോകുന്നതിന് വിരോധമല്ല. ഒരാൾ രോഗിയാണ്, അയാളെ മരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ, അപ്പൊ അയാള് ഇത്തികാഫ് ഇരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായാൽ, അങ്ങനെയൊക്കെയുള്ള വേറെ ചർച്ചകള് അതിൻ്റെതായ രീതിയിലൂടെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഇതാണ് അതിന്റെ പൂർണ്ണത. വളരെ അത്യാവശ്യ കാര്യങ്ങള് അത് നമ്മളല്ലാതെ വേറെ നിർവഹിക്കുക. ഇതൊക്കെ ഇത്തികാഫിന്റെ പൂർണ്ണതനെ കുറിച്ചാണ് പറയുന്നത്. ആ ഇത്തികാഫിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഫളായിലുകളും അതിന്റെ ആ ഗൗരവവും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി കുറച്ച് അള്ളാഹുമായിട്ടൊന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ള ആ താല്പര്യം മനസ്സിൽ വരികയും ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി കരഞ്ഞു പറയുകയും അങ്ങനെ രാത്രി നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും സുന്നത്തുകൾ വർദ്ധിപ്പിച്ചിട്ടും ഇബാദത്തുകൾ ചെയ്തിട്ടും അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശുറൂത്തുകളും ആദാബുകളും കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഈ രൂപത്തിലാണ്. അപ്പൊ വളരെ അത്യാവശ്യം. ഇതേപോലെ തന്നെ ലജ്നത്ത് ദായിമയോട് വേറൊരു ചോദ്യം അവർ ചോദിച്ചെന്താ വെച്ചാല്, ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടം ഒരാൾ ചോദിക്കാണെന്ത്, ഈ അത്തായത്തിന് കുടുംബത്തെ വിളിച്ചുണർത്തുക, അത് അവർക്ക് പ്രയാസമാണ്. അതേപോലെ തന്നെ കാരണം വീട്ടിൽ വേറെ ആരുമില്ല, അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് പോയാൽ, നിസ്കാരത്തിന് അല്ലെങ്കിൽ അത്തായത്തിന് അങ്ങനെ അതിനു വേണ്ടിയിട്ട് പോയാൽ, ഈ ഖാദി അഹ്ലിഹി എന്നാണ്, കുടുംബത്തെ വിളിച്ചുണർത്താന്, ലിസ്സുഹൂരി അത്തായം കഴിക്കാൻ കാരണമുണ്ട്. ലി അദമി വുജൂദി അഹദും ബിൽ മൻസിലി, വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഇത്തികാഫിന്റെ ഷർത്തിനെതിരാണോ? ഇതാണ് ചോദ്യം, ലജ്നത്ത് ദായിമയോടുള്ള ചോദ്യം. അപ്പൊ അവർ കൊടുത്ത മറുപടി, മൻ ദഖല ഫിൽ ഇത്തികാഫി ഫഇന്നഹു ലാ യഖ്റുജു മിൻ മുഅത്തഖിഫിഹി അസ്നാ ഇത്തികാഫി ഇല്ലാ ലിമാ ലാ ബുദ്ദ മിൻഹു. കണ്ടോ, ഒരാൾ ഇത്തികാഫിൽ പ്രവേശിച്ചാൽ ലാ ബുദ്ദ, അനിവാര്യമായതിനല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തു പോകരുത്. ലാ യഖ്റുജ് മിൻ മുഅത്തഖിഫി, അവന്റെ ഇത്തികാഫ് ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്നും പുറത്തു പോകരുതെന്നുള്ള. ലറൂറായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഉദാഹരണമായിട്ട് മിനിത്യാനവി മകക്കൽ മശ്റബ്, തിന്നാൻ കുടിക്കാനൊന്നുമില്ല. ഇതാലം യൂജത് മന്യഹി ബിഹിമ, അത് രണ്ടും കൊണ്ട് ഒന്ന് കൊടുക്കാനും ആരുമില്ല. ഖളായി ഹാജത്തിഹി ഇതാലം ഇദാ ഇല്ലം യകുൻ ഫിൽ മസ്ജിദ് ദൗറാത്തുൽ മിയാ, ടോയ്ലറ്റ് പള്ളിയിൽ ഇല്ലെങ്കിൽ ടോയ്ലറ്റ് നിർബന്ധമാണല്ലോ, അതിനു വേണ്ടി. വലാ ബഅസ ബി ഖുറൂജി, എന്നിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു.
വക്ത സുഹൂരി ലീഖാലി അഹ്ലിഹി ലീസ്ലാഹി സഹൂരി വക്ത സുഹൂരി വലിയ തഹയ്യഉ ലിസ്സലാത്തിൽ ഫജ്രി. അതെന്താണ്, നിന്റെ വീട്ടിൽ വേറെ ആരുമില്ല, അപ്പൊ അവർക്ക് അത്താഴം ഒരുക്കി കൊടുക്കാൻ, അതേപോലെ തന്നെ നിസ്കാരത്തിന് വേണ്ടി അവരെ ഒരുക്കാൻ നിനക്ക് വേണമെങ്കിൽ പോകൽ ജായിസാണ്. ഇദാലം യസ്തതിഉ അൽ ഇസ്തിഖാള മിനൻ നൗമി ബിഅൻഫുസിഹിം. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്നുള്ളത് അവർക്കതിന് സാധിക്കുകയില്ലെങ്കിൽ, അങ്ങനെ വല്ല ന്യായമായ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, അത് ജായിസാണ് എന്നുള്ള രൂപത്തിലുള്ള മറുപടിയാണ് അവര് കൊടുക്കുന്നത്. എന്നാൽ അതിനാളുണ്ടെങ്കിൽ നീ പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് പോവുക, പെട്ടെന്ന് തിരിച്ചു വരിക, എന്റെ പള്ളിയിൽ തന്നെ കൂടുക. ഇതാണ് അവര് അതിന് കൊടുക്കുന്ന മറുപടി. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നർത്ഥം. അപ്പോ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാവുന്നതാണ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആദ്യം പറഞ്ഞതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞു, വളരെ പെട്ടെന്ന് അത് തീർന്നു. അപ്പൊ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളാണ്. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അത് എങ്ങനെയാണോ ഇരിക്കാൻ സാധിക്കുക, അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല. അവസാന 10 ദിവസം ഇരിക്കാൻ പറ്റുന്നവരുണ്ടാവും, രാത്രി മാത്രം ഇരിക്കാൻ പറ്റുന്നവരുണ്ടാവും, ഇനി രാത്രിയുടെ ഏതാണ്ട് ഭാഗങ്ങൾ ഇരിക്കാൻ പറ്റുന്നവരുണ്ടാവും. അപ്പൊ അത് എത്രയാണോ ഇതിന്റെ പ്രാധാന്യം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി, അതിന് എത്രത്തോളം ഫضൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, എത്രത്തോളം ഗൗരവമായി പണ്ഡിതന്മാരത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞു. അപ്പൊ അതിന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഈ സന്ദർഭത്തിൽ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ അവസാനത്തെ 10 കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഹദീസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. റഗൈമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ നശിച്ചിരിക്കുന്നു. എന്താ കാരണം? അവനിലേക്ക് റമദാൻ പ്രവേശിച്ചു. ഫലം യുഗ്ഫർ, ഇദാ ദഖല അലൈഹി റമദാൻ, അവൻ റമദാൻ കിട്ടി, പക്ഷെ റമദാൻ തീർന്നുപോയി. ഫലം യുഗ്ഫർ, അവന്റെ പാപങ്ങൾ ഓർക്കപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ നശിച്ചിരിക്കുന്നു എന്നുള്ള ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോ ഇനിയുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. ലൈലത്തുൽ ഖദർ എന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവുള്ള ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും ഇബാദത്തുകൾ ചെയ്യാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാന 10 വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന അത് ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദുആ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ അഫുവാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, മായ്ച്ചു കളയുന്നവനാണ്. നീ അത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, എന്റെ പാപങ്ങൾ പുറത്തു നിന്ന് എന്നോട് വിട്ടുവീഴ്ച ചെയ്തു തരണമേ. ഈ ദുആ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചു കൊടുത്തൊരു ദുആയാണത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദുആ. ആ ദുആ നമ്മൾ അധികരിപ്പിക്കുക. ദാനധർമ്മങ്ങൾ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ചോദിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ആര് ചോദിച്ചാലും കൊടുക്കും. അടിച്ചു വീശുന്ന കാറ്റ് എന്നുള്ളത് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് അത്ര വേഗതയിൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിലൊക്കെ അർഹരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും, അർഹരായിട്ടുള്ള ആളുകൾ. അപ്പൊ അവരൊക്കെ കണ്ടെത്തി ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സക്കാത്ത് റമദാനിന് കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ കാര്യം, സ്വർണം എല്ലാം കൂട്ടണം. സ്വർണം നമ്മളെ കയ്യിലുണ്ടാവും, അതല്ലാത്ത വരുമാനം ഉണ്ടാകും. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിന്റെ നിസാബ് എത്തിയാൽ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നിസാബെത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് കണക്ക് കൂട്ടുക, അത് മറക്കാതിരിക്കുക, അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുടുംബങ്ങളിലുള്ള പാവങ്ങളെ ശ്രദ്ധിക്കുക, അവരെ സഹായിക്കുക. അങ്ങനെ മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു എല്ലാ അർത്ഥത്തിലും
നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കാനുള്ള, വിശുദ്ധീകരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നിട്ട് പോയ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത തറാവീഹ് നമസ്കാരം, ഖുർആൻ പാരായണം എല്ലാം അതിന്റെ എല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ പാരായണം നമ്മൾ വിട്ടുപോയത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകളൊന്നും അത് തീരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പല ആളുകളും 1-2 പ്രാവശ്യം ഖുർആൻ കഴിഞ്ഞ ആളുകളുണ്ട്. റമദാനിൽ അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം, ഖുർആൻ ഓതുന്നതിന്, അത് ഖത്തം ചെയ്യുന്നതിന്. അപ്പോൾ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഖത്തം ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.